everyone, welcome back to Smart Learn by Geeta. ഇന്ന് നമുക്ക് ഇംഗ്ലീഷ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് പല ടൈപ്പിലും ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന ചോദ്യം എന്താണ്? നമുക്കറിയാം പല ടൈപ്പിലുള്ള ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ട്, WH ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമ്മൾ മലയാളത്തിൽ ചോദിക്കുന്ന സമയത്തും നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ്? ഇപ്പോൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവൾ നിന്റെ അനിയത്തിയാണ് അല്ലേ, അല്ലെങ്കിൽ അവളൊരു ടീച്ചറാണ് അല്ലേ. അപ്പൊ ഇവിടെയൊക്കെ നമ്മളൊരു അല്ലേ എന്ന് പറയാറില്ലേ? ഈ അല്ലേ എന്ന് നമ്മൾ മലയാളത്തിൽ നമുക്ക് ഒറ്റൊരു വേർഡ് മതി, അല്ലേ. പക്ഷേ ഇംഗ്ലീഷിൽ നമ്മൾ അല്ലേ എന്ന് ചോദിക്കാനായിട്ട് നമുക്ക് പല രീതിയിലും ചോദിക്കേണ്ടി വരും ഇംഗ്ലീഷിൽ. കാരണം ആ ഒരു സെന്റൻസ് എങ്ങനെയാണ്, ആ സെന്റൻസിന്റെ വേർബ് എന്താണ്, അവിടുത്തെ സബ്ജക്റ്റ് എന്താണ്, ഇതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് അല്ലേ എന്ന് ചോദിക്കാനായിട്ട്. പക്ഷെ അത് ഈസി ആയിട്ട് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇന്ന് പഠിച്ചെടുക്കാം. അതുപോലെ തന്നെ എന്നത്തെയും പോലെ നമുക്ക് കുറെ എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ട് നമുക്കിത് നോക്കാം. ഇപ്പൊ ആദ്യത്തെ ഈ ഒരു സെന്റൻസ് നിങ്ങൾ നോക്കൂ. അവൾ ഒരു ഡെന്റിസ്റ്റ് ആണ് അല്ലേ. കണ്ടോ? അപ്പൊ ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? ഷീ ഈസ് എ ഡെന്റിസ്റ്റ് അല്ലേ എന്ന് ചോദിക്കണം. ഈ ഷീ ഈസ് എ ഡെന്റിസ്റ്റ് എന്നുള്ളത് ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ് എന്നറിയാലോ. അപ്പൊ ഇവിടെ അല്ലേ എന്ന് ചോദിക്കണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആക്കണം. അപ്പൊ അല്ലേ എന്ന് ചോദിക്കാൻ കാരണം സെന്റൻസ് പോസിറ്റീവ് ആണ്, അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. ആ ഒരു റൂള് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ. അപ്പോ ഇനി സെന്റൻസ് എന്താണ്? ഷീ ഈസ് എ ഡെന്റിസ്റ്റ്. ഇതിന്റെ വേർബ് എന്താണ്? അത് ആദ്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇസ്. കാരണം ഇവിടെ ഈ സെന്റൻസിന് വേറെ ഒരു വേർബ് ഇല്ല. ഇസ് ആണ് ഇവിടുത്തെ വേർബ്. ഇസ് നെഗറ്റീവ് ആണ് ക്വസ്റ്റ്യൻ ടാഗ്. അപ്പൊ ഇസിന്റെ കൂടെ നോട്ട്, ദെൻ എന്താണ്? സബ്ജക്ട് എടുക്കുക, ഷീ. അപ്പോ ഇസ് നോട്ട് ഷീ. അത് ഒന്ന് ചുരുക്കി പറഞ്ഞു നോക്കൂ. isn't she. അപ്പോ ഇതൊന്നിച്ച് പറഞ്ഞു നോക്കാം. ഷീ ഈസ് എ ഡെന്റിസ്റ്റ്. isn't she. അവൾ ഒരു ഡെന്റിസ്റ്റ് ആണ് അല്ലേ. ഷീ ഈസ് എ ഡെന്റിസ്റ്റ്. isn't she. കണ്ടോ? ഇത് ഷീ ഈസ് എ ഡെന്റിസ്റ്റ് കോമ isn't she ക്വസ്റ്റ്യൻ മാർക്ക്. അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ ഇത് ക്ലിയർ ആയോ? ഇനി ഈ ഷീ എന്നതിന് പകരം ഇപ്പൊ ഒരാളുടെ പേരാണെന്ന് വിചാരിക്കട്ടെ. ഇപ്പൊ മായ. മായ ഈസ് എ ഡെന്റിസ്റ്റ്. അങ്ങനെയാണെങ്കിലും isn't she എന്ന് തന്നെ പറയണം. കാരണം മായ ഒരു ഗേൾ ആണ്. അപ്പൊ നമുക്ക് ഷീ ആണ് അവിടെ, അവളല്ലേ. അപ്പൊ isn't she. അവിടെ isn't മായ എന്ന് പറയേണ്ട ആവശ്യമില്ല. അവിടെ ഹി ആണെങ്കിൽ isn't he. ഓക്കെ. ഇനി അടുത്ത സെന്റൻസ് നോക്കൂ. ഇപ്പൊ നമ്മൾ കുറച്ച് കുട്ടികളെ കാണുന്ന സമയത്ത് ചോദിക്കുകയാണ്, അവർ വിദ്യാർത്ഥികളാണ് അല്ലേ. അവർ വിദ്യാർത്ഥികളാണ് അല്ലേ. അതെങ്ങനെ പറയാം? അവർ, ദേ ആർ സ്റ്റുഡൻസ്. ദേ ആർ സ്റ്റുഡൻസ്. ഇവിടെ അല്ലേ എന്നുള്ള ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാണ്? നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇവിടുത്തെ വേർബ് എന്താണ്? ആർ. അപ്പോ ആർ നോട്ട് ദേ. ആറിൻ ദേ. ദേ ആർ സ്റ്റുഡൻസ്. ആറിൻ ദേ. മനസ്സിലായല്ലോ? അപ്പോ അത് രണ്ടും ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത്, നീ ഒരു നല്ല കുട്ടിയാണ് അല്ലേ. യു ആർ എ ഗുഡ് ഗേൾ. യു ആർ എ ഗുഡ് ഗേൾ. ആർ തന്നെയാണ് വന്നിരിക്കുന്നത്. aren't you. aren't you. കണ്ടോ? അപ്പോ ദേ എന്നതിന് പകരം ഇപ്പൊ രണ്ടുപേരുടെ പേരാണെങ്കിലും നമ്മൾ ദേ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പൊ ദേ ആർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ റിയ ആൻഡ് മായ ആർ സ്റ്റുഡൻസ് ആണെങ്കിലും aren't they എന്ന് തന്നെ യൂസ് ചെയ്യാം. ക്ലിയർ ആയോ? ഇനി അടുത്ത സെന്റൻസ് നോക്കും. ഞാൻ നിന്റെ നല്ല കൂട്ടുകാരിയാണ് അല്ലേ. എങ്ങനെ പറയാം? ഐ ആം യുവർ ബെസ്റ്റ് ഫ്രണ്ട്. ഐ ആം യുവർ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ എന്ന് ചോദിക്കണം. ഇവിടെ എങ്ങനെയാണ് അല്ലേ എന്ന് ചോദിക്കുക? ഇതുവരെ നമ്മൾ പഠിച്ചു ആ വേർബ് എന്താണെന്ന് നോക്കുക. ഈസ് കണ്ടു, ആർ കണ്ടു. ഇവിടെ എന്താണ്? ആം. അപ്പൊ നമ്മുടെ റൂൾ പ്രകാരം എങ്ങനെയാണ് വരേണ്ടത്? ആമന്റ് ഐ. പക്ഷേ ആമന്റ് ഐ എന്ന് നമ്മൾ യൂസ് ചെയ്യില്ല. ഇവിടെ നമുക്ക് ആ റൂൾ ആപ്ലിക്കബിൾ അല്ല. ഐ ആം യുവർ ബെസ്റ്റ് ഫ്രണ്ട് aren't I എന്ന് തന്നെ നമ്മൾ പറയണം. aren't I. ഓക്കെ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തത്, ഇത് നിന്റെ പേനയാണ് അല്ലേ. This is your pen, isn't it. This is your pen, isn't it എന്നാണ് അവിടെ പറയുക. ഓക്കെ. ഇത്രയും നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ ഇസ്, ആർ, ആം ഇതൊക്കെ ഒരു വേർബായിട്ട് വരുന്ന സ്ഥലത്താണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെ. മെയിൻ വേർബ് തന്നെയാണിത്. ഇനി നമ്മൾ അടുത്ത കുറച്ചും കൂടെ വ്യത്യാസമുള്ള ഒരു സെന്റൻസ് നിങ്ങൾ നോക്കൂ. ഇപ്പൊ അവൾ ബുക്ക് വായിക്കുകയാണ് അല്ലെ. അവൾ ബുക്ക് വായിക്കുകയാണ് അല്ലെ. എങ്ങനെ പറയാം? ഷി ഇസ് റീഡിംഗ് എ ബുക്ക്. ഷി ഇസ് റീഡിംഗ് എ ബുക്ക്
അല്ലേ എന്ന് ചോദിക്കാൻ എന്താണ് നോക്കേണ്ടത്? വേർബ്. പക്ഷെ നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്തോ, ഇവിടെ നമുക്ക് 2 വേർബ് കാണാം. ഒരു മെയിൻ വേർബ്, ഒരു ഹെൽപ്പിംഗ് വേർബ്. എന്താണ് ഇവിടുത്തെ മെയിൻ വേർബ്? റീഡിങ്. എന്താണ് ഹെൽപ്പിംഗ് വേർബ്? ഇസ്. അപ്പൊ എങ്ങനെയാണ് അല്ലേ എന്ന് ചോദിക്കുക? അപ്പൊ നമുക്ക് അല്ലേ എന്ന് ചോദിക്കണമെങ്കിൽ നമ്മൾ ഹെൽപ്പിംഗ് വേർബ് മാത്രം നോക്കിയാൽ മതി. മെയിൻ വേർബ് നമ്മൾ ഇഗ്നോർ ചെയ്യുക. ഓക്കെ, അത് നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെയും ഇസ് ആണ് ഹെൽപ്പിംഗ് വേർബ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോ isn't she? She is reading a book. Isn't she? ക്ലിയർ ആയോ? അതുപോലെ they are playing cricket. അവര് ക്രിക്കറ്റ് കളിക്കുകയാണ്. അപ്പോഴും ആറാണ് ഹെൽപ്പിംഗ് വേർബ്. പ്ലേയിങ് എന്നുള്ളത് മെയിൻ വേർബ് ആണ്. മെയിൻ വേർബ് നോക്കണ്ട. എന്താണ് ഹെൽപ്പിംഗ് വേർബ്? ആർ. അപ്പൊ ആറിന്റെ എന്ന് പറയാം. ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. ആറിന്റെ ഇങ്ങനെ. ഇനി നിങ്ങൾ അടുത്ത സെന്റൻസ് നോക്കൂ. ഹി വാസ് സിക്ക്. വാസ് ആണ് വന്നിരിക്കുന്നത് ഇവിടത്തെ വേർബ്. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് വരിക? wasn't he? He was sick. wasn't he? ഇനി അവർ നിങ്ങളുടെ അയൽക്കാരായിരുന്നു അല്ലേ? they were your neighbors. weren't they? അവിടെ were എന്നാണ് വന്നിരിക്കുന്നത് വേർബായിട്ട്. they were your neighbors. weren't they? ഇനി ഇത് was were എന്നുള്ളത് ഒരു ഹെൽപ്പിംഗ് വേർബായിട്ട് വന്നാലും നമ്മൾ അത് തന്നെ യൂസ് ചെയ്യുക. ഇപ്പൊ ഞാൻ പറയുകയാണ്, അവരുടെ വീട് പെയിന്റ് ചെയ്യുകയായിരുന്നു. they were painting their house. they were painting their house. അപ്പൊ എങ്ങനെയാണ്? were വന്നു, പെയിന്റിംഗ് വന്നു. പെയിന്റിംഗ് എന്നുള്ളത് മെയിൻ വേർബാണ്, വേർ എന്നുള്ളത് ഹെൽപ്പിംഗ് വേർബാണ്. അപ്പോഴും നമ്മൾ ഹെൽപ്പിംഗ് വേർബ് എടുത്തിട്ടാണ് നോക്കുക. weren't they? they were painting their house. weren't they? ക്ലിയർ ആയല്ലോ was were എങ്ങനെ യൂസ് ചെയ്യണമെന്ന്. ഇനി അടുത്ത സെന്റൻസ് നോക്കും. ഇവിടെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. ഇപ്പൊ ഞാൻ പറയുകയാണ്, അവൾ നന്നായിട്ട് പാടാറുണ്ട്. അവൾ നന്നായിട്ട് പാടാറുണ്ട് അല്ലേ? ഇവിടുത്തെ സെന്റൻസ് ആദ്യം നോക്കാം. ഷീ സിങ്സ് വെൽ. അല്ലേ എന്നെങ്ങനെ ചോദിക്കാം? ഇത് ഏത് ടെൻസ് ആണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇത് സിമ്പിൾ പ്രസന്റ് ആണ്. ഷീ സിങ്സ് വെൽ. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടുത്തെ വേർബ് എന്താണ് വന്നിരിക്കുന്നത്? സിങ്സ് എന്നുള്ള വേർബാണ്. ഇവിടെ ഒരു ഹെൽപ്പിംഗ് വേർബ് ഇല്ല, ഒറ്റൊരു വേർബേ ഉള്ളൂ, മെയിൻ വേർബ് സിങ്സ്. ആ സമയത്ത് നമ്മൾ എന്താണോ വേർബ് അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഷീ സിങ്സ് വെൽ. അപ്പൊ നമ്മൾ നോക്കുക, സിങ്സ് എന്നുള്ള വേർബ് എസ്, സിങ്സ്. അപ്പൊ ഡു ആണോ ഡസ് ആണോ? വേർബിന്റെ കൂടെ എസ് ചേർത്തു, ഡസ്. കണ്ടല്ലോ? അപ്പോ സിങ്സ് ഡസ്. അപ്പൊ എങ്ങനെയാണ്? doesn't she? she sings well. doesn't she? അവള് നന്നായിട്ട് പാടാറുണ്ട് അല്ലേ? she sings well. doesn't she? ഈ അടുത്ത സെന്റൻസ് നോക്കൂ. നിങ്ങൾ എന്നും ടെന്നീസ് കളിക്കാറുണ്ട് അല്ലേ? അപ്പൊ എങ്ങനെ പറയും? you play tennis every day. you play tennis every day. അല്ലേ എന്ന് ചോദിക്കണമെങ്കിൽ ഇവിടുത്തെ വേർബ് എന്താണ്? പ്ലേ. പ്ലേ എന്ന് വന്നാൽ എന്താണ്? ഡു ആണോ ഡസ് ആണോ? ഡു. കാരണം പ്ലേസ് അല്ല, പ്ലേ ആണ്. കാരണം എന്താണ്? യു, നിങ്ങൾ എന്നതിന്റെ കൂടെയുള്ള വേർബ് വന്നിരിക്കുന്നതാണ്. അപ്പോൾ പ്ലേ എന്ന് വന്നു കഴിഞ്ഞാൽ ഡു. അപ്പോൾ യു പ്ലേ ടെന്നീസ് എവറി ഡേ. ഡോണ്ട് യു, ഡോണ്ട് യു, ഡു നോട്ട് യു എന്നുള്ളത് ഡോണ്ട് യു എന്നാകും. ഓക്കെ, ഇനി അടുത്ത സെന്റൻസ് നോക്കൂ. അവൾ ഇന്നലെ ഒരു സമ്മാനം വാങ്ങിച്ചു. ഇവിടുത്തെ വേർബ് എന്താണെന്ന് നോക്കൂ. ഷീ ബോട്ട് എ ഗിഫ്റ്റ് യെസ്റ്റർഡേ. ഇവിടുത്തെ വേർബ് എന്താണ്? ബോട്ട്. അത് ഏത് ടെൻസിലാണെന്ന് മനസ്സിലായോ? അത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഷീ ബോട്ട് എ ഗിഫ്റ്റ് യെസ്റ്റർഡേ. അപ്പൊ സിമ്പിൾ പാസ്റ്റ്, അതായത് പാസ്റ്റിൽ വന്ന ഒരു ടെൻസില് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ഉണ്ടാക്കും? ഡിഡ്. നമ്മൾ ഡിഡിൻ്റെതും പഠിച്ചിരുന്നു. ഡു, ഡസ്, ഡിഡ് ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ ഷീ ബോട്ട് എ ഗിഫ്റ്റ് യെസ്റ്റർഡേ. അവൾ ഇന്നലെ ഒരു സമ്മാനം വാങ്ങിച്ചു. ഇനി നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. അല്ലേ എന്ന് ചോദിക്കണമെങ്കിൽ ഡിഡ്ന്റ് ഷീ. അവൾ ഇന്നലെ ഒരു സമ്മാനം വാങ്ങിച്ചു അല്ലേ? ഷീ ബോട്ട് എ ഗിഫ്റ്റ് യെസ്റ്റർഡേ. ഡിഡ്ന്റ് ഷീ. കണ്ടോ? അപ്പൊ ഡു, ഡസ്, ഡിഡ്. ഇത് ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത വേറൊരു തരത്തിലുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോ ഞാൻ പറയുകയാണ്, അവൾ നന്നായി പാടിയിട്ടുണ്ട് അല്ലേ? അവൾ നന്നായി പാടിയിട്ടുണ്ട് അല്ലേ? പാടിയിട്ടുണ്ട് എന്ന് നമ്മൾ എപ്പോഴാണ് പറയുക? ഏത് ടെൻസിലാണ്? ഇവിടെ ഷീ എന്താണ്? ഹാസ് പ്ലസ് V3 ആണ് വരുന്നത് അല്ലെ? അപ്പൊ ഷീ ഹാസ് സങ് വെൽ. അവൾ നന്നായി പാടിയിട്ടുണ്ട് അല്ലേ എന്ന് ചോദിക്കണമെങ്കിൽ എന്താണ് ഇവിടുത്തെ വേർബ്?
ഹാസ് ഉണ്ട്, സങ് ഉണ്ട്. പക്ഷെ സങ് മെയിൻ വെർബ് ആണ്. അപ്പൊ നമ്മൾ ഏതാണ് നോക്കേണ്ടത്? ഹാസ് എന്ന ഹെൽപ്പിംഗ് വെർബ്. സോ ഷീ ഹാസ് സങ് വെൽ. ഹാസൻ ഷീ? ക്ലിയർ ആയോ? അതുപോലെ അത് ദേ ആണെങ്കിൽ ഹാവ് വരും. ദേ ഹാവ്. ഇപ്പൊ അവരുടെ റൂം നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. ദേ ഹാവ് ക്ലീൻഡ് their room. അപ്പൊ അവരുടെ റൂം നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് അല്ലേ എന്ന് ചോദിക്കണം. അപ്പോഴോ they have cleaned their room well. have ആണ് ഇവിടത്തെ ഹെൽപ്പിംഗ് വെർബ്. haven't they have cleaned their room. haven't they? അടുത്ത സെന്റൻസ് നോക്കൂ. അവരുടെ റൂം നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞു. ഓക്കെ, ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോഴോ അതെങ്ങനെ വരും? അപ്പോ ഹാഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. they had cleaned their room well. അവരുടെ റൂം നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി അല്ലേ എന്നെങ്ങനെ ഇവിടെ ചോദിക്കും? hadn't they? അവരുടെ റൂം നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? they had cleaned their room well. hadn't they? ഇപ്പൊ നിങ്ങൾ പഠിച്ചോ ഹാസ്, ഹാവ്, ഹാഡ്. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയും നിങ്ങൾ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഒരു പോസിറ്റീവ് സെന്റൻസിന്റെ കൂടെ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. അതുപോലെ തന്നെ ഹെൽപ്പിംഗ് വെർബും മെയിൻ വെർബും ഉണ്ടെങ്കിൽ അത് ഹെൽപ്പിംഗ് വെർബ് ആയിരിക്കും ക്വസ്റ്റ്യനിൽ വരിക. മെയിൻ വെർബ് ആണെങ്കിൽ ഏത് ടെൻസിലാണോ അതനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഓക്കെ, അപ്പോ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇസ് പഠിച്ചു, ആർ പഠിച്ചു, ആം പഠിച്ചു, വാസ്, വേർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ പഠിച്ചു. ഇതുപോലെ തന്നെയാണ് നമ്മൾ മോഡൽ വെർബ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. മോഡൽ വെർബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽ, വുഡ്, ഷുഡ്, കുഡ്, പിന്നെന്താ മസ്റ്റ്, അതുപോലെ തന്നെ ക്യാൻ. ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതും ഇതേപോലെ തന്നെ ആയിരിക്കും. ഞാൻ വേണമെങ്കിൽ ഒറ്റൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പൊ അവൻ ഇപ്പോൾ വരും അല്ലേ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് ഇത് ചോദിക്കുക? അവൻ ഇപ്പോൾ വരും. ഹി വിൽ കം നൗ അല്ലേ എന്ന് ചോദിക്കണമെങ്കിൽ എന്താണ് ഇവിടുത്തെ വെർബ്? വില്ലാണ്. അതാണ് ഒരു മോഡൽ വെർബ് ആണല്ലോ, വിൽ. അതിന്റെ കൂടെ നോട്ട് ആഡ് ചെയ്യുക. അപ്പൊ വിൽ നോട്ട് ഉള്ളത് വോണ്ട്. അപ്പൊ അവൻ ഇപ്പോൾ വരും. വോണ്ട് ഹി? ഹി വിൽ കം നൗ. വോണ്ട് ഹി? അങ്ങനെ. അവൾക്ക് നന്നായിട്ട് പാടാൻ കഴിയും അല്ലേ? ഷീ ക്യാൻ സിംഗ് വെൽ. കാൺ ഷീ? ക്യാൻ ആണ് ഇവിടുത്തെ വെർബ്. അപ്പൊ കാൺ ഷീ? ഇങ്ങനെ. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ മോഡൽ വെർബ് യൂസ് ചെയ്തിട്ടും ഇതുപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ നോക്കുന്നത് ഇത്രയും പഠിച്ചപ്പോൾ പോസിറ്റീവ് സെന്റൻസിന്റെ കൂടെയാണ് പഠിച്ചത്. ഇനി നമ്മൾ നോക്കുന്നത് നെഗറ്റീവ് സെന്റൻസിന്റെ കൂടെ എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത്. ഒരു നെഗറ്റീവ് സെന്റൻസ് വന്നാൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. എപ്പോഴും നിങ്ങൾ ഓർത്ത് വെക്കേണ്ട, പോസിറ്റീവ് സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ്, നെഗറ്റീവ് സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ്. അപ്പൊ അത് രണ്ടും മെയിൻ ആയിട്ട് ഓർത്ത് വെക്കുക. ഇനിയിപ്പോ നെഗറ്റീവ് സെന്റൻസ് ആണ് എന്ന് വരുന്നത് ഞാൻ 2-3 എക്സാമ്പിൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. ഇപ്പൊ അവൾ ഒരു നല്ല കുട്ടിയല്ല അല്ലേ എന്ന് എനിക്ക് പറയണം. ഇതെങ്ങനെ പറയാം? അവൾ ഒരു നല്ല കുട്ടിയല്ല അല്ലേ എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോ ആ സെന്റൻസ് നെഗറ്റീവ് ആണല്ലോ. ഷി ഈസ് നോട്ട് എ ഗുഡ് ഗേൾ അല്ലേ എന്ന് ചോദിക്കണമെങ്കിൽ അത് പോസിറ്റീവ് ആണ്. ഇവിടെ നമുക്ക് നോട്ട് വേണ്ട. അപ്പൊ ഇസ് നോട്ട് വേണ്ട. ഇസ് ഷീ? ഷീ ഈസ് നോട്ട് എ ഗുഡ് ഗേൾ. ഇസ് ഷീ? കണ്ടോ? അങ്ങനെയാണ് നെഗറ്റീവില് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ നോട്ട് എന്നുള്ളത് നമ്മുടെ സെന്റൻസിലുള്ളത് കൊണ്ട് ക്വസ്റ്റ്യനിൽ നമുക്ക് നോട്ട് വേണ്ട. അത് ഓർത്ത് വെക്കുക. ഇതേപോലെ തന്നെ ഇപ്പൊ ദേ ആർ നോട്ട് സ്റ്റുഡൻസ് അല്ലേ? അവര് കുട്ടികൾ, അവർ വിദ്യാർത്ഥികളല്ല അല്ലേ? എങ്ങനെ പറയാം? ദേ ആർ നോട്ട് സ്റ്റുഡൻസ്. ആർ ദേ? അവിടെ നോട്ട് എന്നുള്ളത് ആർ നോട്ട് വന്നു. അപ്പൊ ക്വസ്റ്റ്യനിൽ ആർ ദേ മാത്രം പറഞ്ഞാൽ മതി. ക്ലിയർ ആയോ? ഒറ്റ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് അതനുസരിച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. ഇതുപോലെ തന്നെ ചില സമയത്ത് നമ്മുടെ സെന്റൻസിൽ ചില ആഡ്വേർബ് വരും. അതായത് നെഗറ്റീവ് ആഡ്വേർബ്. നെഗറ്റീവ് ആഡ്വേർബ് എന്താണ്? ഇപ്പോ നമ്മൾ ഹാർഡ്ലി, അതായത് കഷ്ടിച്ചെന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ നെവർ, ഒരിക്കലും, അതുപോലെ തന്നെ റെയർലി, അപൂർവമായി, ഇങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. അങ്ങനെയുള്ളതൊക്കെ വരുന്ന സമയത്തും നമ്മുടെ സെന്റൻസ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോഴും ക്വസ്റ്റ്യൻ യൂസ് ചെയ്യുന്നത് പോസിറ്റീവിലായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ്. ഞാൻ ഒറ്റ എക്സാമ്പിൾ പറയാം. ഇപ്പോ അവൻ ഒരിക്കലും ചിരിക്കാറില്ല. ഇതെങ്ങനെയാണ് പറയുക? ഒരിക്കലും ചിരിക്കാറില്ല എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്താണ് ഒരിക്കലും എന്നുള്ളത് എങ്ങനെ യൂസ് ചെയ്യും? നെവർ. കണ്ടല്ലോ, ഹി നെവർ സ്മൈൽസ്. അപ്പൊ എങ്ങനെയാണ്? അവൻ ഒരിക്കലും ചിരിക്കാറില്ല അല്ലേ എന്ന് പറയണം. ഹി നെവർ സ്മൈൽസ്. ഡസ് ഹി? അവിടെ ഡസ് ഹി ആണ്, ഡസിന്റ് അല്ല. കാരണം നെവർ എന്നുള്ളത് ഒരു നെഗറ്റീവ് ആണ്.
അപ്പോൾ ഡസ് ഹി എന്നുള്ള പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് വരിക. ഇതുപോലെ തന്നെയായിരിക്കും ഹാർഡ്ലി, റെയർലി ഒക്കെ വരുന്ന സമയത്ത് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ഇനിയും കുറേ പഠിക്കാനുണ്ട്. പക്ഷേ നമുക്ക് സാധാരണ ഡെയിലി ലൈഫിൽ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻ ടാഗാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതേപോലെ തന്നെ ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ആയിട്ട് അറിയിക്കണേ. അപ്പോൾ അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.